ബഹുമാന്യരെ, സ്റ്റേറ്റ്സ് ലയബിലിറ്റി ഓൺ ടോർട്ട്, എ ബ്രാഞ്ച് ടു ബി ഡെവലപ്ഡ് ഇൻ ഇന്ത്യ എന്ന 2007 ഞാൻ എഴുതി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത് ജനാധിപത്യത്തിലെ ജനങ്ങൾ അവർക്ക് ഉള്ള ആ സ്ഥാനത്ത് അവരെ ആ ജനാധിപത്യ ഭരണകൂടം പ്രതിഷ്ഠിക്കുമ്പോഴാണ്. ടോർട്ട് എന്ന് പറഞ്ഞാൽ തെറ്റായ നടപടി അല്ലെങ്കിൽ റോങ്ഫുൾ ആക്ട് എന്നാണ് അർത്ഥം. ആരുടെ ഭാഗത്തു നിന്നും തെറ്റായ നടപടി ഉണ്ടായാൽ അതിന് നഷ്ടപരിഹാരം കിട്ടാൻ അവർ അർഹരാണ്. ഈ അർത്ഥത്തിൽ ഒരു സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ തെറ്റുകൾ വരുത്തുന്നത് ഗവൺമെൻറ് തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ വിവിധ ഏജൻസികളാണ് തെറ്റുകൾ കൂടുതൽ വരുത്തുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റായ നടപടികൾക്ക് നഷ്ടപരിഹാരം നൽകുവാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ്. എല്ലാ പ്രധാന ജനാധിപത്യത്തിലും ഏറ്റവും പ്രധാന നിയമനിർമ്മാണം ടോർഷ്യസ് ലയബിലിറ്റി ഓഫ് സ്റ്റേറ്റിനെ കുറിച്ചുള്ളത് തന്നെയായിരുന്നു. ഇന്ത്യയുടെ പ്രഥമ ലോ കമ്മീഷൻ ശ്രീ സത്തൽവാഡ് ചെയർമാനായുള്ള ലോ കമ്മീഷൻ നിർദ്ദേശിച്ചതും മറ്റൊന്നുമല്ല, ആദ്യമായി ഇന്ത്യൻ ജനാധിപത്യത്തിന് കീഴിൽ ഉണ്ടാകേണ്ട നിയമനിർമ്മാണങ്ങളിൽ പരമപ്രധാനം ടോർഷ്യസ് ലയബിലിറ്റി ഓഫ് സ്റ്റേറ്റിനെ കുറിച്ചുള്ളതാണ്. സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന തെറ്റായ നടപടികൾക്ക് സ്റ്റേറ്റ് ഉത്തരവാദിയാവണം, അതിനുള്ള നഷ്ടപരിഹാരം സ്റ്റേറ്റ് നൽകണം എന്നുള്ളതാണ് ആ നിയമത്തിൻ്റെ ഉള്ളടക്കം. ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമെല്ലാം അതിൻ്റെ ജനാധിപത്യം പൂർണ്ണ തോതിൽ നടപ്പിൽ വരുത്തുന്നതിന് ഈ തരത്തിലുള്ള നിയമ നിർമ്മാണം നടന്നിട്ടുണ്ട്. UK-യിലെ ക്രൗൺ പ്രൊസീഡിങ്സ് ആക്റ്റും അമേരിക്കയിലെ ഫെഡറൽ ടോർട്ട് ക്ലെയിംസ് ആക്റ്റും 1946-47 ആ കാലഘട്ടങ്ങളിൽ പുറത്തു വന്നതാണ്. ഇത്തരത്തിലുള്ളൊരു നിയമനിർമ്മാണമാണ് സത്തൽവാഡ് ചെയർമാനായ ആദ്യത്തെ ലോ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കണം എന്ന് നിർദ്ദേശിച്ചത്. എന്നാൽ 1967 ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇതിനു വേണ്ടി ഒരു ബിൽ അവതരിപ്പിച്ചു. എങ്കിലും ആ ബിൽ നിയമമായി മാറിയില്ല. അതിന് പ്രധാനമായൊരു കാരണമുണ്ടായിരുന്നു. അത് നിയമമാക്കി മാറ്റാതിരിക്കുവാൻ ഒരു സംഘടിത ശക്തി നിലവിൽ ഉണ്ടായിരുന്നു. അവർ മറ്റാരുമല്ല, ഈ രാജ്യത്തെ തന്നെ IAS-കാർ ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് സർവീസിലുള്ള ആൾക്കാരുടെ ഒന്നടങ്കമുള്ള ഒരു താൽപ്പര്യം എന്ന രീതിയിൽ ഈ ബില്ലിൻ്റെ അവസാന പേജായിട്ട് ഒരു നിർദ്ദേശം വയ്ക്കുകയുണ്ടായി. ഈ നിർദ്ദേശത്തിൽ ഇന്ത്യയുടെ
ഗവൺമെൻറ്റിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ഇതിനു വേണ്ടിയുള്ള പണം നീക്കി വച്ചിട്ടില്ലാത്തത് കൊണ്ട് ഈ നിയമം ഒരിക്കലും നിർമ്മിക്കപ്പെടരുത് എന്ന താല്പര്യത്തിൽ ഒരു കാര്യം കൂടി എഴുതി ചേർത്തിരുന്നു. ഇത് പാർലമെൻറ്റ് ഹൗസിൽ നിന്നും അവരുടെ ലൈബ്രറിയിൽ നിന്നും എനിക്ക് കിട്ടിയ രേഖകളിൽ നിന്ന് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എന്നാൽ അമേരിക്കയിലെ നിയമത്തിലും യു കെയിലെ നിയമത്തിലുമെല്ലാം ഒരു കട്ട് ഓഫ് ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നു. ആ കട്ട് ഓഫ് ഡേറ്റിന് ശേഷം വരുന്ന കേസുകളിലാണ് ഈ ഗവൺമെൻറ് ഈ ലയബിലിറ്റി ഉണ്ടാവുക എന്നത് മാത്രമല്ല, ഗവൺമെൻറ് ലയബിലിറ്റി അത് കൃത്യമായി നിർവഹിക്കാത്ത ഉദ്യോഗസ്ഥൻ്റെയോ പോക്കറ്റിൽ നിന്ന് ഈ നഷ്ടപരിഹാരത്തിൻ്റെ തുക ഈടാക്കണം എന്ന കാര്യവും ആ നിയമങ്ങളിൽ വ്യക്തമാക്കിയ കാര്യങ്ങളാണ്. സത്തൽവാഡ് ചെയർമാനായിട്ടുള്ള ലോ കമ്മീഷൻ്റെ റിപ്പോർട്ടും ഇതുപോലെ ഇതിൻ്റെ നഷ്ടപരിഹാരം ആരിൽ നിന്ന് ഈടാക്കണം എന്ന കാര്യത്തിലും വളരെ കൃത്യമായ ഒരു സൂചനയുണ്ടായിരുന്നു. തെറ്റായ നടപടി എടുക്കുന്ന ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും ഇത്തരത്തിലുള്ള നഷ്ടപരിഹാരം ഈടാക്കിയാൽ അവർ തെറ്റായ നടപടികൾ ഒരിക്കലും ഉണ്ടാക്കുകയില്ല എന്നത് മാത്രമല്ല, ഈ നഷ്ടപരിഹാരം തന്നിലേക്ക് വന്ന് ചേരുമോ എന്ന പേടി കൊണ്ട് അതിൻ്റെ ലയബിലിറ്റി പൂർണ്ണമായി തൻ്റെ തലയിലേക്ക് എത്തുമോ എന്നുള്ള ഭയം കൊണ്ട് അവരവരുടെ കൃത്യനിർവഹണം വളരെ കാര്യക്ഷമമായി ചെയ്യും. ഇതായിരുന്നു അതിൻ്റെ കൺസെപ്റ്റ്. എന്നാൽ ഇതിനെ ഈ വരാൻ പോകുന്ന നിയമനിർമ്മാണത്തെ അട്ടിമറിക്കാൻ വേണ്ടി തന്നെ എഴുതി ചേർന്ന ഒരു മെമ്മറാണ്ടം പോലെ ഇതിൻ്റെ തൊട്ട് താഴത്ത് ഈ പറയുന്ന 1967 ബില്ലിൻ്റെ അവസാന പേജ് എന്ന രീതിയിൽ ഈ കാര്യം കൂടി എഴുതി ചേർത്തിരുന്നു. ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഈ നിയമനിർമ്മാണം നടത്തുന്നത് ബുദ്ധിപൂർവമല്ല എന്ന കാര്യം. എന്നാൽ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ പൈസയില്ലെങ്കിലും ഇത് നിർവഹിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് വിലോപം ഉണ്ടായാൽ അവരുടെ പോക്കറ്റിൽ നിന്നാണ് ഈടാക്കേണ്ടത് എന്ന കാര്യം ഈ പറയുന്ന നിയമത്തിലും കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതലായിരുന്നു ആ എഴുതി ചേർക്കൽ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ഡിഫങ്ക്റ്റ് ഡെമോക്രസി അല്ല, പ്രോപ്പറായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഡെമോക്രസിയായി മാറണം എന്നുണ്ടെങ്കിൽ വോട്ടർമാരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുക മാത്രമല്ല, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പൂർണ്ണമായി അവർക്ക് കിട്ടുന്ന രീതിയിൽ നിയമനിർമ്മാണം കാലാകാലങ്ങളിൽ ഉണ്ടാവണം. അമേരിക്കയിലും യു കെയിലുമെല്ലാം അവിടുത്തെ ജനാധിപത്യത്തെ അതിനുള്ളിലുള്ള ജനങ്ങൾ തന്നെ പുകഴ്ത്തുവാനുള്ള പ്രധാന കാരണം അവർക്ക് ഈ രീതിയിലുള്ള നിയമത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇന്ത്യൻ ജനാധിപത്യം മീനിങ് ഫുൾ ആവണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം അത്യന്താപേക്ഷിതമാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമല്ല, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും ഇത്തരത്തിൽ നിയമം നിർമ്മിക്കാൻ ഉള്ള അവകാശമുണ്ട് എന്ന് ഭരണഘടന കൃത്യമായി വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഇന്ത്യൻ ജനാധിപത്യം 80 വർഷം പിന്നിടുന്ന ഈ സമയത്ത് നമ്മൾ ആലോചിക്കാതെ പോയ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച, അതല്ലെങ്കിൽ നമ്മുടെ അറിവുകേട് മുതലാക്കിക്കൊണ്ട് ഒരു മെമ്മറാണ്ടം അതിൻ്റെ കൂടെ വച്ച് ആ പറയുന്ന നിയമത്തെ പ്രാബല്യത്തിൽ വരുത്താതെ ഇത്രനാൾ കാത്ത് പോന്നിരുന്നതും
ചിലരുടെ സ്ഥാപിത താല്പര്യങ്ങൾ കൊണ്ടുതന്നെയാണ്. നാളെ അവർക്ക് ഒന്നടങ്കം അവരെല്ലാം നഷ്ടപരിഹാര തുക നൽകാൻ ബാധ്യസ്ഥരായേക്കാം എന്നുള്ള പേടി കൊണ്ട് തന്നെ. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു നിയമ നിർമ്മാണം സംസ്ഥാന തലങ്ങളിലും കേന്ദ്ര തലത്തിലുമെല്ലാം അത്യന്താപേക്ഷിതമാണ്. സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ മറ്റ് സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥരുമെല്ലാം അതിൻ്റെ ഉള്ളിൽ വരുന്നത് പോലെയുള്ള ഒരു നിയമനിർമ്മാണം നടന്നാൽ മാത്രമേ ഇന്ത്യൻ ജനാധിപത്യം അർത്ഥപൂർണമാവുകയുള്ളൂ. നന്ദി, നമസ്കാരം.